നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. നീതിമാനാകും മാർയൗസേപ്പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ നിർമ്മല ഹൃദയ പ്രതിഷ്ഠ 3-ാം ദിവസം. വിശുദ്ധ യൗസേപ്പിതാവ് സ്വർഗീയ പിതാവിൻ്റെ നിഴലാണ്. സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ പീറ്റർ ജൂലിയൻ പറയുന്നു, ഈ ഭൂമിയിൽ തന്നെ പ്രതിനിധീകരിക്കാൻ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിന് ഒരു വിശുദ്ധൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ അവിടുന്ന് ഈ പ്രിയപ്പെട്ട വിശുദ്ധനിൽ തനിക്ക് ചൊരിയാൻ സാധിക്കുന്ന എല്ലാവിധ കൃപകളും ചൊരിയുകയും തൻ്റെ യോഗ്യതയുള്ള പ്രതിനിധിയാകാൻ വേണ്ടി അവനെ ആവശ്യമുള്ളതെല്ലാം കൊടുത്ത് അവനെ ഒരുക്കുകയും ചെയ്തു. നീ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ദൈവ പൈതലാകുവാനാണ്. അതുമാത്രമാണ് നിന്റെ അസ്തിത്വത്തിൻ്റെ ഉദ്ദേശവും. ദൈവപിതാവിലേക്ക് എത്തിച്ചേരുവാൻ ഒരേയൊരു വഴിയേയുള്ളൂ, അത് യേശുക്രിസ്തുവാണ്. ദൈവത്തിൻ്റെ കരുണാർദ്രമായ സ്നേഹ പദ്ധതി അനുസരിച്ച് നിന്റെ ആത്മീയ യാത്രയിലും വളർച്ചയിലും വിശുദ്ധ ഔസേപ്പിതാവിന് സവിശേഷമായ ദൗത്യങ്ങളുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിനോടുള്ള പ്രതിഷ്ഠ നിന്നിലുള്ള ദൈവപിതാവിൻ്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കും. ദൈവപിതാവിൻ്റെ ഈ ഭൂമിയിലെ ഏക പ്രതിനിധിയായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മേൽക്കൂരയ്ക്കു കീഴിൽ അവൻ്റെ മകനായി ജീവിച്ച ഈശോ അവനെ പരിപൂർണമായി ഭരമേൽപ്പിക്കപ്പെടേണ്ടതിന് വ്യക്തിപരമായ ഒരു മാതൃക തന്നു. ഈശോ തൻ്റെ ഭൗമിക പിതാവിനെ സ്നേഹിച്ചു, അനുസരിച്ചു, അനുകരിച്ചു. ഈശോ ജോസഫിനെ അപ്പ എന്ന് വിളിക്കുക മാത്രമല്ല, അവൻ്റെ മകനായി അറിയപ്പെടുകയും ആനന്ദിക്കുകയും ചെയ്തു. ദൈവപിതാവിൻ്റെ പദ്ധതി പ്രകാരം ഈശോയ്ക്ക് വിശുദ്ധ ഔസേപ്പിതാവിനെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്ര അധികമായി അവന് ആവശ്യമുണ്ടായിരിക്കും. അവൻ്റെ പിതൃത്വം, സ്വർഗസ്ഥനായ പിതാവിൻ്റെ സാന്നിധ്യം ഈശോയിൽ വർദ്ധിപ്പിച്ചു. ഈശോയുടെ മാനുഷിക സ്വഭാവം ആവശ്യപ്പെടുന്ന പ്രകാരം നിത്യപിതാവിൻ്റെ സ്ഥാനത്ത് നിൽക്കാനായി അവൻ തെരഞ്ഞെടുക്കപ്പെട്ടു. ദൈവത്തിന് മാനുഷിക സ്വഭാവമില്ല. വിശുദ്ധ ഔസേപ്പിതാവ് സംസാരിക്കുന്നതും ജോലി ചെയ്യുന്നതും മറിയത്തോട് നിർമ്മലമായ സ്നേഹം കാത്തു പ്രകടിപ്പിക്കുന്നതുമൊക്കെ ഈശോ കണ്ടപ്പോൾ ഈശോയുടെ മനുഷ്യത്വം സ്വർഗീയ പിതാവിൻ്റെ പരിപൂർണമായ പ്രതിബിംബത്തിന് സാക്ഷ്യം വഹിച്ചു. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാഥെ പറയുന്നു, മാലാഖമാരുടെയും മനുഷ്യരുടെയും ഗുരുനാഥയായ മഹോന്നത കന്യകയുടെ ഭർത്താവായ ഔസേപ്പിതാവിനെ ഈ ഭൂമിയിലെ ദൈവീക പിതൃത്വത്തിൻ്റെ അവകാശങ്ങൾ സൂക്ഷിക്കുന്ന തൻ്റെ ഏറ്റവും സ്പർശനവേദ്യമായ പ്രതിബിംബം ആകാൻ ദൈവം തെരഞ്ഞെടുത്തു. സ്വർഗസ്ഥനായ പിതാവ് എന്താണ് ഈശോയ്ക്ക് വേണ്ടി ചെയ്തത്? അത് നിനക്കും വേണ്ടി ചെയ്യാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവപിതാവ് ഈശോയുടെ മനുഷ്യ സ്വഭാവം വിശുദ്ധ ഔസേപ്പിതാവിനെ ഭരമേൽപ്പിച്ചതുപോലെ നീയും നിന്നെ തന്നെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്നേഹനിർഭരമായ പരിപാലനയ്ക്ക് ഭരമേൽപ്പിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. ദൈവം അനാദി മുതലേ ഈശോയെയും തിരുസഭയുടെ അംഗങ്ങളെയും വിശുദ്ധ ഔസേപ്പിതാവിനെ ഭരമേൽപ്പിക്കാൻ ആഗ്രഹിച്ചു. വിശുദ്ധ ഔസേപ്പിതാവ് സ്വർഗീയ പിതാവിൻ്റെ നിഴലാണ്. ഈശോയ്ക്ക് വേണ്ടി ദൈവപിതാവിൻ്റെ ഛായയും പ്രതിബിംബവുമായി വിശുദ്ധ ഔസേപ്പിതാവ് മാറി. അവനെ നിന്റെ ആത്മീയ പിതാവായി നീ സ്വീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈ സ്വർഗീയ പിതാവിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും പരിപൂർണ ഛായ നാം ഈശോയിൽ കണ്ടെത്തുന്നു. എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു. തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ ഭൗമിക ഛായയായ വിശുദ്ധ ഔസേപ്പിതാവിനെ നമ്മളുമായി പങ്കുവെക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നു. ഈശോ ജോസഫിനെ അപ്പ എന്ന് വിളിച്ചതുപോലെ നമുക്കും ഔസേപ്പിതാവിനെ നമ്മുടെ അപ്പനായി സ്വീകരിച്ച് അപ്പ എന്ന് വിളിക്കാം, ആത്മീയ പിതാവായി സ്വീകരിക്കുകയും ചെയ്യാം. നമുക്ക് അനുദിന പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ, ആവേ ജോസഫ്. നീതിമാനാകും മാർയൗസേപ്പിതാവേ,
തിരുക്കുടുംബത്തിൻ പാലകനെ, നീതിമാനാകും മാർ യൗസേപ്പ് പിതാവേ, തിരുക്കുടുംബത്തിൻ പാലകനെ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. കഥനങ്ങളേറുമെൻ ജീവിതയാത്രയിൽ കനിവോടെ എൻ കരം പിടിക്കണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ, കരുതേണമേ, കാക്കേണമേ. അപ്പാ, എൻ്റെ രക്ഷകന്റെ അപ്പാ.